പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ലാസ്റ്റത്തെ ഫിനിഷിംഗ് വർക്കിലാണ്. അപ്പോൾ കുറച്ച് പ്രതിമകളൊക്കെ ആർട്ട് ഗാലറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് ഗോവിന്ദനാണെങ്കിലും. അതിനുശേഷം നന്ദു അവിടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രിയാവല്ലോ വരാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും നിനക്കിപ്പോൾ കുറച്ച് ചുറ്റിത്തിരിയിൽ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ ചെവിക്ക് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും നന്ദുവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നന്ദുവിനെ അത് ഇഷ്ടാവുന്നില്ല. അമ്മയുടെ പ്രധാന ഹോബി ഇപ്പം എന്നെ ഇങ്ങനെ വഴക്ക് പറയലാണ്. ഞാനും അമ്മയും ഒത്തു പോയില്ല, ഞാൻ കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും കടയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്ത് കടയിൽ നിന്ന് കഴിച്ചോളാന്ന്. അപ്പോൾ അത് വേണ്ട, ഇവിടെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയോ എന്ന് പറയുമ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല വിശപ്പുണ്ട്, ചേച്ചി കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കുകയെന്ന് പറയും. അപ്പോൾ നീ ഇപ്പോൾ കഴിക്കണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അവൾക്ക് വിശപ്പുണ്ടാവും, അവൾ വെയിലത്ത് നിന്നൊക്കെ വന്നതല്ലേന്ന്. അപ്പോൾ വെയിലത്ത് ജോലി ചെയ്തിട്ട് വന്നെന്ന് പറയുകയാണെങ്കിൽ കേൾക്കാനൊരു രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പം ഞാനിവിടെ നിന്നിട്ടെങ്കിൽ ശരിയാവില്ല, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും അനാമിക ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അനാമിക വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദുവാണെന്ന് വിചാരിച്ചാണ് കേട്ടോ പെട്ടെന്ന് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അനാമികയായിരിക്കും. അനാമിക അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ട് അനി ഇതുവരെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ എന്നപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് റിപ്ലൈ പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ, എനിക്കൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു, അനി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാവുമെന്നാണ് വിചാരിച്ചത്, എനിക്ക് സങ്കടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ആലോചിക്കണം, എനിക്കൊന്ന് ആലോചിച്ചിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അനി കോള് കട്ട് ചെയ്യാണ്. പിന്നീട് അനാമികയാണെങ്കിലും വിഷമിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അനാമികയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനി ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും റിപ്ലൈ തന്നോന്ന്. അപ്പം മുഖം കണ്ടപ്പോൾ മനസ്സിലായില്ല എന്നുള്ളത്. അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ തന്നെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഒരു തീരുമാനം അറിയിക്കണമല്ലോ. അപ്പം മോൾക്ക് ഇങ്ങനെ അനുകൂലമായിട്ട് തന്നെ എല്ലാം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് അമ്മയാണെങ്കിലും അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അനിയാണെങ്കിലും നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ട് അനിയാണല്ലോ പോവാതിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പിണക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളതിൽ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്ദുവിന് കോൾ വരുന്ന സമയത്ത് ഇങ്ങനെ നയനയും നന്ദും കൂടെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ നന്ദു കോൾ എടുക്കുന്നില്ല, അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ആരാ വിളിച്ചത്, എന്തിനാ കോൾ കട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവരിങ്ങനെ വാക്ക് പാലിക്കാത്തവരുമാണ്, ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ ഫ്രണ്ട്സൊക്കെ വെറും വേസ്റ്റാണ്, അതിൽ പനി മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ആരെയും പറഞ്ഞു പറ്റിക്കാത്തതും വാക്ക് പാലിക്കുന്നതും മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കുന്ന ആളെന്നൊക്കെ പറയാണ്ട്. അപ്പോൾ നന്ദുവാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ആൾ തന്നെയാണ് ഇപ്പം എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ പിന്നീട് നീ എന്താ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു ആണെങ്കിലും ആ ശരിയാണെന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പിന്നീട് ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ അനീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ലെങ്കിലും എന്ത് വില കൊടുത്തു അവനെ സ്വന്തമാക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദും അതുപോലെ തന്നെ നൈനി എല്ലാവരും കൂടെ ഇങ്ങനെ ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നേരെ ഒരുപാടായല്ലോ, ഇനിയിപ്പോൾ മോള് വൈകി ചെന്നാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, ദേവയാനിയാണല്ലോ ആള്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ വന്നല്ലോ. അപ്പോൾ അവരെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശിനോട് തന്നെ പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിയായല്ലോ, അപ്പം നിന്നെ കാണത്തോണ്ട് ഇങ്ങോട്ട് വന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് മുത്തശ്ശനെ വിളിച്ച കാര്യമൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എന്താ എന്നെ വിളിക്കാതെ മുത്തശ്ശനെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചതല്ല, അങ്ങനെ മുത്തശ്ശൻ മരുന്നൊക്കെ കഴിച്ചു എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞതാണ് കുറച്ച് വൈകും എന്നുള്ളത്. അപ്പോൾ ഇത് തീരാൻ കുറച്ച് സമയം എടുക്കും, ആദർശേട്ടൻ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് അനിയാണെങ്കിലും അങ്ങനെ നന്ദു വിളിക്കാത്തതുകൊണ്ട് തന്നെ നന്ദു തിരിച്ച് വിളിക്കുന്നില്ല, വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നൊന്നുമില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ അനാമികയായിരിക്കും മനസ്സിലെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ, ഞാൻ ആരെയും ഇങ്ങനെ പെൺകുട്ടീനെ ഓർത്തുകൊണ്ടിരിക്കുമെന്നല്ല, അപ്പോൾ അമ്മ തന്നെ നോക്ക്, ഞാനിപ്പോൾ അവളെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൽ നന്ദുവിൻ്റെ ഒരുപാട് മിസ് കോൾ കിടക്കുന്നത് കാണും. അപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ആരെയും നന്ദുവെന്ന്. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയും. എന്നിട്ട്
എന്നിട്ട് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. എന്നാൽ ഇപ്പോൾ പറയാണ് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, നന്ദഗോപൻ എന്നാണ് പേര് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അതിന് നീ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ പെൺകുട്ടികളുടെ പേരും ചേർത്ത് എന്നെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയണ്ടേ, ഞാൻ ആരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല, ഞാൻ എൻ്റെ മനസ്സിലൊരു കവിത വന്നിട്ടുണ്ട്, അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഒരു കവി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആദർശ് ഇങ്ങനെ കമ്പനിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടും അത് കേൾക്കാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിച്ചോ, ഞാൻ വൈകിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചിരുന്നു, അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം, അമ്മ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ജാനകീനെ അവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ജാനകിയാണെങ്കിലും നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി അവിടേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ അവൻ എന്താ കഴിക്കാൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് വിശപ്പില്ല എന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ എന്താ അവന് വിശപ്പില്ലാത്തത്, ആദ്യം അവനല്ലേ ഇവിടെ വന്നിരിക്കാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മക്കളുടെ സ്വഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജലജയാണെങ്കിലും അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് പറ്റിയ അബദ്ധം ഇനി നിന്റെ മോനും പറ്റാതിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ അത് ഇഷ്ടാവുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് എന്താ അബദ്ധം പറ്റിയെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട് അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും, അവിടെ നാളെ എന്തോ മല മറിക്കുന്ന കാര്യം നടക്കല്ലേ, ഭാര്യനെ സഹായിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്നോട് പറയാതെ എൻ്റെ മോൻ എവിടെയും പോവില്ല എന്ന്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ മകൻ ഇനിയിപ്പോൾ നിന്നോട് പറയാതെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാലും അത് വലിയൊരു തെറ്റൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നാലും എന്നോടൊന്ന് പറയാലോ എന്ന് പറയും. അപ്പോൾ ജലജേനോടാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്കിതിന് ഇനി ശമ്പളം തരാൻ പറയാം, ഇങ്ങനെ ആളുകളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നതും അതൊക്കെ വലിയൊരു ജോലിയല്ലേ, അപ്പോൾ അതിൽ ശമ്പളം തരുന്നതിൽ ഒരു തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജലജേനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അബിയാണെങ്കിലും ഇങ്ങനെ ആർട്ട് ഗാലറിയിൽ നിന്ന് ഇങ്ങനെ അവരുടെ പ്രതിമകളൊക്കെ കടത്താൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ഒക്കെ തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട സാറ്, എന്ത് ജോലി ഏൽപ്പിച്ചാലും കൃത്യമായിട്ട് ആ പണം തരുന്നത് ഞങ്ങൾക്ക് അറിയാം, അതൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും ആ പ്രതിമകൾ ഇങ്ങനെ അവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരോടും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജലജ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ജലജേനോടും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇതുപോലെ മുൻപും പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ നമുക്ക് വഴക്കും കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് അതുപോലെ ഒന്നും ആയിരിക്കില്ല, നാളെ അമ്മയ്ക്ക് സന്തോഷിക്കാം, അവളും അവളുടെ അച്ഛനും എല്ലാവരും ഇങ്ങനെ നിന്ന് കരയുന്ന കാണാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരും നിസ്സാരക്കാരൊന്നുമല്ല, അവരോട് ഇങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ അവർ വീട് കയറി ആക്രമിക്കും, അപ്പോൾ അവർക്ക് തല്ല് കിട്ടുന്നതിൽ എനിക്കും വലിയ സന്തോഷമാണെന്നുള്ളതിൽ അഭിയും സംസാരിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ അതിനും ആളെ വയ്ക്കാന്നൊക്കെ പറയാം കേട്ടോ, ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവളെയും കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.